ചോദ്യം ചെയ്തതിന് ശേഷം അയ്യോ സോറി അന്ന് പ്രതിയല്ല, അന്ന് പോലീസുകാർ നമ്മുടെ ഇത്താത്തനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൂട്ടവിചാരണ നടത്താനാണോ? അതിനുള്ള ഒരു സൗകര്യം കേരള പോലീസ് ചെയ്തെന്നില്ല എന്നാണോ എല്ലാവരും കൂടി വിഷമിക്കുന്നത്? പ്രൊട്ടക്ഷൻ, ഡിഗ്നിറ്റി, ആ കോപ്പും തേങ്ങ മാങ്ങിയൊക്കെ ഞാൻ മാറ്റി വെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവക്ക് എന്തിനാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിലും അണ്ണേക്ക് നമ്മുടെ ഈ ബഹുമാനപ്പെട്ട ഇത്താത്തിയില്ലേ, അങ്ങനെ തന്നെ പറയണം, അല്ലെങ്കിൽ ഏത് വസ്ത്രം ഇട്ടാലും അപ്പുറത്തും ഇപ്പുറത്തും പോലീസുകാർ നടക്കുമ്പോ എന്തായാലും ആളുകൾക്ക് അറിയാം ഏതോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ ഒന്ന് വൈറലാകാൻ ആഗ്രഹിച്ച ഇത്താത്ത ഇപ്പൊ വൈറലും എയറിലും ജയിലിലുമായി. സോ നമ്മുടെ ഷിംജിതയുടെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവസാനം നമ്മുടെ പോലീസ് അവരങ്ങോട്ട് പിടിച്ച് മഞ്ചേരി ജയിലിൽ ഇന്നലെ വൈകുന്നേരം ആക്കിയിട്ടുണ്ട്. ഒരുപാട് സീനുകൾ നിങ്ങൾ കണ്ടതാണ്. എന്നാലും നമുക്കും ഒരു ചെറിയ വീഡിയോ ഇവിടെ ഇങ്ങനെ വെക്കാം. നമ്മുടെ ഇത്താത്ത എന്തുമാത്രം പശ്ചാത്താപത്തോടും, നിങ്ങൾ കണ്ടില്ലായിരുന്നോ, കരഞ്ഞ് കണ്ണ് കലങ്ങി. അതിന് കണ്ണ് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ, ബാക്കി എല്ലാമേ മൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കാണിക്കണ ഈ വീഡിയോയില് നമ്മുടെ ഇത്താത്ത തന്നെ എടുത്ത ഒരു റീലും കൂടിയും കാണിക്കുന്നുണ്ട്. അല്ല മോളെ, ഈ റീൽ ഒരു 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് തള്ളിക്കൊടുത്തോണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ നമ്മുടെ മോട്ടിവേഷനെ അത് ചെയ്യുന്ന നേരത്ത് മോളിത് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നോ? എനിവേ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. സത്യമായിട്ടോ ഇന്ന് എനിക്ക് വളരെ ഒരു മനസ്സമാധാനം ഉണ്ട്. പ്രതികാരമായിട്ടൊന്നും കാണണ്ട, നിനക്ക് കിട്ടാനുള്ള ശിക്ഷയായിട്ട് കണ്ടാൽ മതി. വേദന മാത്രല്ലേ തരുന്നുള്ളൂ. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല, അത് സത്യവും കരുണയും നീതിയും ഒക്കെയാ. ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പലസ്തീനിലും അതുപോലെ ലോകത്തിന്റെ എല്ലാ കോണിലും സമാധാനത്തിന്റെ വെളിച്ചം പരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാവണ്ടല്ലേ, എന്തൊരു മനോഹരമായ വാക്കുകള്. ഇതാണ് ഭയങ്കര മോട്ടിവേഷനാണ്. പക്ഷെ സ്വന്തം ലൈഫിലേക്ക് ഒന്നും എടുക്കില്ല. മറ്റുള്ള ആളുകളോട് അയൽവക്കാരെ നോക്കിയിട്ട് നിങ്ങൾ നന്നാവോ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. താത്താനെ കുറിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ വരാം. സോ നമുക്ക് നമ്മുടെ പോലീസുകാര് നമ്മുടെ താത്താനെ അറസ്റ്റ് ഒക്കെ ചെയ്ത് മഞ്ചേരി ജയിലിലൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പൊ ആ ചെയ്തതിന് അഭിനന്ദനങ്ങൾ ഒക്കെ പറയുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചോദിക്കാനുണ്ട്. 10:30-ക്കാണ് പോലീസ് ഈ താത്ത വേണ്ട, നമുക്ക് ഇത്താത്ത മതി, ഈ ഇത്താത്തേനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഈ ന്യൂസ് അറിയുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു. അതായത് ഒരു മാധ്യമങ്ങൾക്കും ഈ കാര്യങ്ങളൊന്നും എവിടെ നിന്നും ചോർന്നു പോയിട്ടില്ല. സാധാരണ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡ്സ് കൊണ്ട് മാധ്യമങ്ങൾക്ക് കിട്ടുന്ന ഈ ന്യൂസ് വളരെ വളരെ രഹസ്യമായി പോലീസ് വെച്ചു. എന്താണാവോ ഈ താത്ത ഇത്ര വലിയൊരു VIP ആണോ? VIP ആണെങ്കിൽ പോലും ഇതിലും വേഗത്തിൽ അറിഞ്ഞേനെ. പക്ഷെ ഈ താത്തയുടെ കാര്യത്തിൽ ആ കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായി തൊട്ടക്കം മുതലേ നിങ്ങൾക്കറിയാം. ഇത് സംഭവിച്ചതിന് ശേഷം ഈ താത്തനെ നമ്മുടെ പോലീസുകാർ ചെയ്ത് ചെറിയ കാര്യമല്ല കേട്ടോ. എന്നാലും ഇത്താത്ത ജയിലിൽ തന്നെയാണ്. പക്ഷെ ഈ ഇത്താത്തേനെ നമ്മുടെ പോലീസുകാർ ചോദ്യം ചെയ്തായിരുന്നു എന്ന് പറയുന്നു. ചോദ്യം ചെയ്ത അന്ന് ഫോൺ പിടിച്ചെടുത്തോന്നും നമുക്കറിയത്തില്ല. പക്ഷെ അന്ന് പോലീസുകാർക്ക് ഇത്താത്തയുടെ പേരിൽ ഒരു തെറ്റും കണ്ടു കാണില്ല. കാരണം കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരാം, അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞ് വരാം, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസുകാർ പോരില്ലല്ലോ. ഒരു സൈബർ കൊലപാതകി എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു പ്രതിയെ ചോദ്യം ചെയ്തതിന് ശേഷം അയ്യോ സോറി അന്ന് പ്രതിയല്ല, അന്ന് പോലീസുകാർ നമ്മുടെ ഇത്താത്തനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഈ താത്തയാണെങ്കിൽ ഒരുപാട് തകർന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച്, ലൈംഗിക എന്തൊരു ആരോപണ അധിക്ഷേപം എന്തെങ്കിലും ആവട്ടെ, ബസ്സിൽ സംഭവിച്ച ആ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ പേരിൽ വളരെ തകർന്നിരിക്കുന്ന ഇത്താത്തനെ അവരെ ആശ്വസിപ്പിച്ച് നമ്മുടെ പോലീസുകാർ പോകുന്നു കാണും. അല്ലെങ്കിൽ പിന്നെ അന്ന് അറസ്റ്റ് ചെയ്യണം, അത് പോകട്ടെ. അതിനുശേഷം ഇന്നലെ ഒരുപാട് ഫേക്ക് ന്യൂസ്, ഇന്നലെയും മിനിഞ്ഞാന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് ഇത്താത്ത മുങ്ങിയേ, ഞാനും വീഡിയോ ചെയ്തായിരുന്നു കരാമലുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എത്ര ജെന്യുവൻ ഇൻഫർമേഷൻ ആണെന്ന് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫേക്ക് ന്യൂസ്, എന്തൊക്കെയോ ആരൊക്കെയോ ഭയങ്കരമായ ഗൂഢാലോചന നടത്തി ഈ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഈ വ്യക്തി ഇവിടെയില്ല എന്ന് പറഞ്ഞാൽ ഓൾറെഡി എല്ലാവരുടെയും ഫോക്കസ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും, നമ്മളെല്ലാവരും ആ ന്യൂസിന്റെ പുറകെ പോകും. അങ്ങനെ ആരൊക്കെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു സ്ക്രിപ്റ്റ് പോലെ നമുക്ക് ഇന്നലത്തെ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നു. എനിവേ
അത്രമാത്രം ജനരോക്ഷം അല്ലെങ്കിൽ അത്രമാത്രം പ്രതികരണങ്ങൾ, അത്രമാത്രം വാർത്തകൾ വന്നത് കൊണ്ടോ അത്രമാത്രം പ്രഷർ ഉണ്ടായത് കൊണ്ടോ എന്തൊക്കെയാണെങ്കിലും ഇന്നലെ നമ്മുടെ ഇത്താത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടാ. പോലീസ് അറസ്റ്റ് ചെയ്തതേ പ്രതിയെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേഗം ന്യൂസുകളിലേക്ക് ഇങ്ങനെ നോക്കുവാണ്. എന്റെ എക്സ്പെക്ടേഷനിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഇത്താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലും ലുക്കിലൊക്കെ. പക്ഷേ ഉണ്ടല്ലോ ഇന്നലെ നമ്മുടെ ഇത്താത്ത മൊത്തത്തിൽ മൂടി ഒരു മാസ്കും വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആകെ നമുക്ക് കാണുന്നത് കണ്ണു മാത്രമേ ഉള്ളൂ, അത് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അവളെ കണ്ടാൽ തന്നെ അറിയാം തൻ്റെ ഇടത്തിനും അഹങ്കാരത്തിനും ഒരു കുറവില്ല. വളരെ സ്മാർട്ടായിട്ട് ഒന്ന് കരയുന്നതോ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ കാണുന്ന കണ്ണിൽ പോലും ഒന്നും ഒരു കരച്ചില പെഴിച്ചില ഒന്നുമില്ല. ഇത്രമാത്രം മീഡിയാസ് ചുറ്റും കൂടി നിന്നിട്ടും വളരെ തൻ്റെ ഇടത്തോടുകൂടി ഓടിച്ചാടി പോയി. ചിലപ്പോൾ പെട്ടെന്ന് കരുതും അടി കിട്ടിയാലൊന്നും പേടിച്ചിട്ടില്ലേ, അങ്ങനെ പറയാം. ഓടിച്ചാടി. അപ്പം നമ്മൾ പോലീസ് വണ്ടി നോക്കുമ്പോൾ ഇത്താത്തയ്ക്ക് ഒരു സ്പെഷ്യൽ വെള്ളക്കാറ്. അപ്പൊ ഇത്താത്തക്ക് മാത്രം നമ്മുടെ നാട്ടില് ഒരു സ്പെഷ്യൽ പ്രിവിലേജ്, അങ്ങനെ തന്നെ പറയണം. ഇനി ആരും വന്ന് ഇതിപ്പോ 2 ചേച്ചിമാര് അണ്ണിമാരിരുന്ന് പറയുന്ന പോലെ ഉള്ള വാർത്തകളൊന്നും കൊണ്ട് ഇവിടേക്ക് വരണ്ട. ചില ആൾക്കാർ പറയും പ്രതിയുടെ വേണ്ട, നമുക്ക് ഈ ന്യൂസ് കേട്ടിട്ട് അതെന്താണെന്ന് പറയാം. ആ സ്ത്രീനെ കയ്യിൽ കിട്ടിയിട്ട് വഴിയില് പിച്ചു ചീന്താനോ അലറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ ഒക്കെയാണോ? ആൾക്കൂട്ട വിചാരണ നടത്താനാണോ? അതിനുള്ള ഒരു സൗകര്യം കേരള പോലീസ് ചെയ്തെന്നില്ല എന്നാണോ എല്ലാവരും കൂടി വിഷമിക്കുന്നത്? ആ സ്ത്രീയുടെ നിയമപരമായ എല്ലാവിധ അവകാശങ്ങളുമാണ് യാതൊരു രീതിയിലും പരിക്ക് പറ്റാതെ ഫെയർ ട്രയലിനെ ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് ഒരുക്കി കൊടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവര് കുറ്റവാളിയായി ആരോപിതയായിട്ടുള്ള സ്ത്രീയാണ്, ശരിയാണ്. വളരെ പ്രഥമദൃഷ്ടിയ അവർ കുറ്റം ചെയ്തിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യേണ്ട പ്രോട്ടോകോൾ മുഴുവൻ പാലിക്കുകയും വേണം. അവരുടെ ജീവന്റെ സുരക്ഷ, അവരുടെ അവർക്ക് ഡിഗ്നിറ്റി ഉണ്ട്. അവർ വേറെ ആളുടെ ഡിഗ്നിറ്റി തകർത്തു എന്ന് വെച്ചിട്ട് അവരുടെ ഡിഗ്നിറ്റി തകർക്കാൻ നമുക്ക് ആരെങ്കിലും അവകാശമുണ്ടോ? അപ്പൊ അവരുടെ ഡിഗ്നിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ആ പെൺകുട്ടിയുടെ മറ്റ് റീലുകളൊക്കെ നോക്കിയാല് അത് കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ആ വീഡിയോയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഒരു തരത്തിലും ദീപക് ഇന്നസെന്റ് ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നില്ല. ഇനി അത് ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ആവുകയാണെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് പ്രൂവ് ആയിട്ടില്ല. ദീപക് ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടി മനഃപൂർവ്വം ഇങ്ങനെ ദീപകിന് മാനഹാനി വരുത്തി അങ്ങനെ ദീപക് ആത്മഹത്യ ചെയ്തതാണ് എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വരട്ടെ, അന്നേരം നോക്കാം. തൽക്കാലം നമുക്ക് ഈ ചേച്ചിയുടെ ഒരു ഔദാര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മറ്റേ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമമൊക്കെ പഠിച്ചിട്ടുള്ള വലിയ ആളാണ്. അപ്പൊ ആള് നിയമപരമായി മാത്രമേ സംസാരിക്കുള്ളൂ. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കുട്ടീനെ തട്ടാണ്ടും മുട്ടാണ്ടും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു പുതിയ പടച്ചട്ട ഇറങ്ങിയതറിയില്ലേ, നമ്മുടെ സേട്ടന്മാര് വണ്ടി കയറും ബസ്സിലൊക്കെ കയറുമ്പോ ഇടാൻ വേണ്ടി ഒരുപാട് സെയിൽ എടുക്കുന്നുണ്ട്. അതൊക്കെ ഒരെണ്ണം ഇടിച്ചു കൊണ്ടുവന്ന് എവിടെയും മുട്ടാതെയും തട്ടാതെയും നമ്മുടെ കൊച്ചിനെ മഞ്ചേരി ജയിലിൽ എന്തായാലും അങ്ങനെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ, വളരെ സേഫ് ആയിട്ട് തന്നെ. അപ്പൊ മഞ്ചേരി ജയിലിലെത്തുമ്പോൾ അവിടെ എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആളുകളുടെ രോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടാ, ഇത്രമാത്രം വൈറലാകാൻ വേറൊരു വ്യക്തിക്കും, അതും ഇത്രയും വിതിൻ ഡേയ്സ് കൊണ്ട് ഇത്താത്ത എന്തൊക്കെ മനസ്സിലാഗ്രഹിച്ചോ അതൊക്കെ ഇപ്പൊ നടന്നു കാണും. അത് കണ്ടതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പുള്ളിക്കാരത്തി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി കരയുകയോ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. താൻ ആഗ്രഹിച്ചത് നടന്നു കിട്ടി എന്നുള്ളൊരു സന്തോഷം. നമുക്ക് കാര്യഗൗരവത്തോടുകൂടി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുറ്റം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇപ്പൊ ചുമത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പോലീസ് അണ്ണന്മാർ എഴുതി ചേർക്കാനുണ്ട്. എന്തുകൊണ്ടാണ് മടി പിടിച്ചിരിക്കണേന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ IT ആക്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായി അപ്ലിക്കബിൾ ആണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം.
സോ അതൊന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് വന്നിട്ടില്ല, വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഈ വ്യക്തി കാരണം, ഈ ഷിംജിത എന്ന് പറയുന്ന പേഴ്സൺ കാരണം ഒരു വ്യക്തിയുടെ ജീവൻ ഇല്ലാതായി, അയാൾ ഇവിടുന്ന് ഈ ലോകം വിട്ടുപോയി. എന്നിട്ടും ആ ഒരു പേഴ്സണെ എന്തിന്റെ പേരിലാണെങ്കിലും, നേരത്തെ പറഞ്ഞ നമ്മുടെ അണ്ണിമാര് പറഞ്ഞതുപോലെ അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ ഡിഗ്നിറ്റി, അവരെ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുവരണം, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിക്കുവാണ് എന്ന് വിചാരിച്ചിട്ട് ഇത്ര വലിയ ഒരു തെറ്റ് ചെയ്ത വ്യക്തിനെ പത്രയ്ക്ക് അറസ്റ്റ് ചെയ്തിട്ട് ഒരു മാധ്യമങ്ങൾക്കും ഒരു ഇൻഫർമേഷൻസ് ഇല്ല. അവിടെ തുടങ്ങി പ്രതിയായിട്ടുള്ള ഇവളുടെ പ്രൈവസിയൊക്കെ പ്രത്യേകം മാനിച്ചുകൊണ്ട്, ഇവക്കൊരു പ്രത്യേക കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് അവിടെ തുടങ്ങി. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മറ്റേ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ്, മനുഷ്യത്വം ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് സംസാരിക്കുന്നത്. സോ പ്രൊട്ടക്ഷൻ, ഡിഗ്നിറ്റി, ആ കോപ്പും തേങ്ങി മാങ്ങിക്ക് ഞാൻ മാറ്റി വെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവക്ക് എന്തിനാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിലും അണ്ണേക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഇതൊരു ആണാണ് ചെയ്തതെങ്കിൽ ഇങ്ങനെയാണ് ഇവർ കൊണ്ടുവരാം. സ്പെഷ്യൽ കാറൊക്കെ ഓർഗനൈസ് ചെയ്ത്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പർദ്ദ എന്ന് പറയുന്ന വസ്ത്രമൊക്കെ വളരെ എന്താ പറയാ, ഇതുപോലെയുള്ള കുറ്റവാളികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു വസ്ത്രമാണോ? ഒരിക്കലും അല്ല, അല്ലെ? നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ വിശദമായി കാണുന്ന ഒരു ഡ്രസ്സ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇവള് സാധാരണ ഇങ്ങനെയൊന്നും നമ്മൾ ഇട്ട് കണ്ടിട്ടില്ല. ഒരുപാട് റീലും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഈ സിറ്റുവേഷനിൽ ഇത്രയും നല്ലൊരു വസ്ത്രം എടുത്ത് ഈ വൃത്തികെട്ടവളെ ഇട്ട് കൊടുത്തത്, അതിൽ തന്നെ നമുക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഞാൻ പറയണ കേട്ടായിരുന്നു, ഈ വസ്ത്രം ഒരു പക്ഷേ പോലീസുകാരെ അഡ്വൈസ് ചെയ്ത് ഇടിച്ചതായിരിക്കും, ആളുകൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ആൾക്കൂട്ട ആക്രമണം നേരിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇവളിപ്പോ ഏത് വസ്ത്രം ഇട്ടാലും അപ്പുറത്തും ഇപ്പുറത്തും പോലീസുകാർ നടക്കുമ്പോൾ എന്തായാലും ആളുകൾക്ക് അറിയാം ഏതോ ഒരു കുറ്റവാളിയാന്നുള്ളത്. സോ ആ ജാതി മുട്ടാപോക്ക് ന്യായങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്തെങ്കിലും ആവട്ടെ, ആ വസ്ത്ര സ്വാതന്ത്ര്യം അത് അവളുടെ ഇഷ്ടത്തിന് അവൾ അങ്ങോട്ട് ഇടട്ടെ. അപ്പൊ സ്പെഷ്യൽ കാറില് അണ്ണീനെ കൊണ്ടുവരുന്നു, അണ്ണീനെ ആരും അറിയാണ്ട് ഓടിക്കുന്നു. എന്തൊക്കെയാണ് പെർഫോമൻസ്! ഇതൊരു സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇതെന്തെങ്കിലും കാണുമായിരുന്നോ? ഇത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒരു വലിയ തെരഞ്ഞെടുത്ത ഒരു സ്ഥാനാർത്ഥിയാണല്ലോ. സോ ഈ അണ്ണിക്ക് എവിടെ നിന്നൊക്കെയോ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഈ അണ്ണിക്ക് വേണ്ടി എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ ഇരുന്ന് കളിക്കുന്നുണ്ട്, അല്ലേ? പിന്നെ ഇത്രയൊക്കെ സംഭവങ്ങൾ സംഭവിച്ചിട്ടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ വ്യക്തികളും വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണ കണ്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ലീഗിൽ അണ്ണന്മാരൊന്നും മിണ്ടുന്നത് ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ ബഹുമാനപ്പെട്ട ഇത്താത്തിയില്ലേ, അങ്ങനെ തന്നെ പറയണം, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. നമ്മൾ വളരെയധികം റെസ്പെക്റ്റോടുകൂടി നമ്മുടെ പോലീസുകാരൊക്കെ കാണിക്കുന്ന റെസ്പെക്റ്റില്ലേ, കാറിലൊക്കെ വലിയ ബെൻസൊക്കെ പിടിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ സംസാരിക്കത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞ മാതിരി ഒന്നും സംസാരിക്കാൻ പറ്റില്ല. വലിയ പ്രസ്ഥാനം പറയുന്നത്. ഇപ്പൊ മരിച്ചുപോയ ദീപക് ബ്രദറിന് ഇവിടെ ഒരു വിലയില്ല. രണ്ടാമത് പറഞ്ഞ നമ്മുടെ ചേച്ചി പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇനി നാളെ എങ്ങാനും, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കോടതി തെളിയിക്കുവാണെങ്കിൽ അന്ന് ദീപക് ബ്രദറിന് വേണ്ടിയിട്ട് ആ ചേച്ചി കുറച്ച് ആ ദീപക് ബ്രദറിനോട് ഒരു കനിവ് കാണിക്കുക എന്ന് പറഞ്ഞ ഒരു ചേച്ചിയില്ലേ, ഇനിയും ആ ലെവലിലൊക്കെ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാനായിട്ട്. കാര്യം മനസ്സിലായോ? ഇപ്പൊ ചേച്ചി ഇവിടെ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സത്യം പറയുകയാണെങ്കിൽ ഈ കേസിൽ തുടക്കം തുടങ്ങി ദീപക് ബ്രദറിന്റെ വീട്ടുകാര് പോലീസിനെതിരെ ഒരുപാട് വിഷമത്തോടു കൂടിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ അനീതിയാണ് നടന്നിരിക്കുന്നത്, അല്ലെ? ഒരു സ്ത്രീയുടെ സ്വാർത്ഥത കാരണം, അഹങ്കാരം കാരണം, തനിക്ക് എന്തോ ആകണം എന്നുള്ള അവളുടെ ദുഷിച്ച ചിന്താഗതി കാരണം ഒരു വ്യക്തി മരണപ്പെട്ടു. ആ വ്യക്തിയുടെ അതിലേക്ക് ഇവള് തള്ളിവിട്ടു. അപ്പോൾ ഇവള് ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് വളരെ നിസാരമായിട്ട് നമുക്ക് അങ്ങനെ പൊടി തട്ടിക്കളഞ്ഞ് ഇറ്റ്സ് ഓക്കെ എന്ന് പറയാവുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തില് ഓരോ കാര്യങ്ങൾ പോലീസ് ചെയ്യുമ്പോൾ ജനങ്ങൾ ഒരുപാട് പോലീസിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പോലീസിന് ഒരു അവാർഡ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൊടുക്കണം. ഒരു കൊലയാളിക്ക് VIP പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് ഇപ്പോ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിട്ടുള്ളത്. നോക്കണം നിങ്ങൾ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെറുത്ത ഒരു കൊലയാളി, ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാക്കി വെച്ച ഒരു ആത്മാഭിമാനത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു കൊലയാളിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കൊണ്ടുവരാൻ വരെ മെഡിക്കൽ കോളേജ് പോലീസിന് ഭയമാണ്. അവസാനം കേരളത്തിന്റെ പൊതുസമൂഹം കേൾക്കണം, ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ SIയുടെ
സ്വന്തം പേരിലുള്ള കാറിൽ, ഇൻഷുറൻസ് പോലും ഇല്ലാത്ത കാറിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ച് ഒരു പ്രൊസീജിയർ എന്നുള്ള നിലയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വരെ കൊണ്ടുവരാതെ എവിടെയോ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഏതോ വഴിയിലൂടെ കോടതിയിൽ ഹാജരാക്കി. നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, തുടക്കം മുതലേ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടറും മെഡിക്കൽ കോളേജ് സിഐയും ഈ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് കൃത്യമായിരുന്നു ഇത് ആത്മഹത്യാ പ്രേരണയാണെന്ന്. ആ വകുപ്പ് ചേർത്തില്ല, പൊതുസമൂഹം തെരുവിലിറങ്ങേണ്ടി വന്നു. രണ്ടാമത് FIR-ൽ മനഃപൂർവ്വം ഡിലേ വരുത്തി, അതിൽ വലിയൊരു വീഴ്ച വരുത്തി. മൂന്നാമത് ഈ കേസിലേക്ക് നയിച്ചത് IT ആക്ട് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമാണ്. സമൂഹ മാധ്യമത്തിലൂടെ ഒരു സ്ത്രീയെ ലൈംഗികാതിക്രമണം നടത്തി എന്ന വ്യാജ വാർത്ത ഉണ്ടാക്കി അദ്ദേഹത്തെ ആഭാസൻ, സ്ത്രീലമ്പടൻ എന്നൊക്കെ വിളിച്ച് ഇനി ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ഇനി എനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരമില്ല എന്ന് തോന്നിയിട്ടാണ് ആ സഹോദരൻ മരിച്ചത്. അങ്ങനെ വരുമ്പോൾ ആദ്യം വരേണ്ട വകുപ്പ് IT ആക്ട് 2000 പ്രകാരമുള്ള വകുപ്പുകളാ. അതിൽ ചേർത്തിട്ടില്ല. ഞങ്ങൾ 4 പേരായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് FIR ഇട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് CI ആണ് അവിടെ ഉണ്ടായിരുന്നത്. CI നമ്മൾ SIനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ്, ഇന്ന ആളെ പേരിൽ ഇങ്ങനെ കേസ് എടുക്കണം, കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ്. അപ്പോൾ അവിടെ CI ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും, യൂണിഫോം അല്ല, അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ, ഞാൻ കണ്ടു വീഡിയോ. അപ്പം ഞാൻ സാറോട് ചോദിച്ചു, സാർ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു. പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുള്ള മാതിരിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ രാവിലെ മരണപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആള് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അർത്ഥം ഒഴിവാക്കിയാൽ പോരെ, പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ഒരു സംസാര രീതിയാണ് പോലീസുകാരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ടുണ്ടായത്. നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. തുടക്കം മുതലേ ഈ പോലീസുകാർ ചെയ്യുന്നതൊന്നും ശരിയില്ലെന്ന് ഓൾറെഡി അവരുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരുപാട് വിഷമത്തോടു കൂടി അവർ പറയുന്നുണ്ട്. കാരണം അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇന്നലെ ഈ പുള്ളിക്കാരത്തിനെ കൊണ്ടുവന്ന രീതി കൂടി കാണുമ്പോൾ അതിന്നെല്ലാം വ്യക്തമാണ്. ഞാൻ സത്യത്തിൽ വണ്ടടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവളെ ജയിലിലേക്ക് വിട്ടു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മക്കളെ എല്ലാവരും പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും ഇവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളൊന്നും കാണാതെ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. സശക്തമായ പ്രതികരണങ്ങൾ നിങ്ങളുടെ കമന്റ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോയ്ക്കും, അതുപോലെ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക എന്ന് തന്നെയാണ്. എല്ലാ ആളുകളും മുന്നോട്ട് വരണം. ഇതൊരു ദിവസം ഇന്നൊരു ന്യൂസ് കിട്ടി, അത് കേട്ടു കണ്ടു അങ്ങനെ വിടാതെ എല്ലാ ആളുകളും ഈ പുന്നാര മോൾക്ക് മാക്സിമം ശിക്ഷ കിട്ടുന്നത് വരെ ഇതിന്റെ പിന്നിലുണ്ടാകണമെന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് എൻ്റെ കയ്യിൽ നിന്നുണ്ട്. സോ നമ്മൾ കൂടുതൽ ഇതിന്റെ അപ്ഡേറ്റ്സുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരും.